الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന താലിം സുഹൃത്തുക്കളെ, ഈ രസൽബ് മുഹൂർത്തത്തിൽ സമത്വവും നീതിയും ഖുർആനിന്റെ സന്ദേശം എന്ന വളരെയധികം കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. പ്രിയം നിറഞ്ഞവരെ, ആധുനിക ലോകം ഇന്ന് ഒരു ശൂന്യതയെ തേടി അലയുകയാണ്. എല്ലായിടത്തും ആ ശൂന്യത പരന്നു കിടക്കുകയാണ്. എല്ലായിടത്തും സംസാരം തന്നെ ആ ശൂന്യതയെക്കുറിച്ചാണ്. എല്ലാവരും ആ ശൂന്യതയ്ക്ക് വേണ്ടി അലയുകയാണ്. ഏതെന്നല്ലേ ആ ശൂന്യത? ആ ശൂന്യതയാണ്. അതാണ് ആ ശൂന്യതയിലാണ് ലോകം ഇന്ന് അന്നം നിൽക്കുന്നത്. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞ പോലെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പ്രഖ്യാപിച്ച പോലെയുള്ള സമത്വവും നീതിയും എന്നുള്ളത്. ലോകം ദ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തെ ആളുകൾ വരെ ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ കണ്ടാൽ വളരെയധികം ദുഃഖിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ കാലത്തെ ആളുകൾ വരെ പറയുന്നുണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പ്രഖ്യാപിച്ച പോലെ, പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പ്രഖ്യാപിച്ച പോലെ സമത്വവും നീതിയും ഇങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ, അതിന്റെ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പ്രിയം നിറഞ്ഞവരെ, സമത്വവും അനീതിയും അധർമ്മവും അരാജകത്വവും ഉടലാടിക്കൊണ്ടിരുന്ന അന്ധകാരത്തിന്റെയും ഇടയിലേക്കാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആഗമനം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ സന്ദേശവാഹകനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരിയാണെന്ന് ഇന്നത്തെ ചരിത്രത്താളുകൾ ഉല്ലേഖനം ചെയ്ത് വെച്ചിപ്പെട്ടത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നാം നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലായിരുന്നു ഭരണപരിഷ്കാരങ്ങളെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭരണാധികാരിക്കായി നൽകപ്പെട്ട ഒരു ഭരണഘടനയായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്നുള്ളത്. നീതിയും സമത്വവും നിറഞ്ഞ ധാരാളം ചരിത്രങ്ങളും സന്ദേശങ്ങളും ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവൻ ഭരിച്ചിരുന്ന, ലോകഭരണം കൈവശപ്പെടുത്തിയിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമും തന്റെ ഭരണപരിഷ്കാരങ്ങളെ കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെയും ചരിത്ര പുസ്തകങ്ങൾ നാം നോക്കിയാൽ മനസ്സിലാകും. അവരെല്ലാവരും എത്രമാത്രം കലുഷിതമായിരുന്നു, എത്രമാത്രം സമാധാനപരമായി, എത്രമാത്രം നീതിയുക്തമായിട്ടാണ് അവരുടെ ഭരണത്തെ മുന്നോട്ട് നയിച്ചു പോയിട്ടുള്ളത് എന്നുള്ളത്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമും വ്യത്യസ്തമായ നീതി പരിഷ്കരിക്കുന്നവരിൽ പെട്ട ആളുകളായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وداود وسليمان إذ يحكمان في الأرض إذ نفشت فيه غنم القوم. ഇന്ന് ലോകത്ത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം, അധികാരിയെ സംബന്ധിച്ചിടത്തോളം അധികാരം അവന് ലഭിക്കുമ്പോൾ അമാനത്തായിട്ട് അവൻ ഉണ്ടാവുകയാണ്. അങ്ങനെയെങ്കിൽ അമാനത്ത് എന്ന വസ്തുത, അമാനത്ത് അവൻ ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് നടപ്പാക്കണമെന്നുള്ളത് അവനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ലോകത്ത് നാം നോക്കുകയാണെങ്കിൽ നീതിയും സമത്വവും കൂടാതെയുള്ള ഭരണമാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീതിയും സമത്വമുള്ള ഭരണത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖ്സിദു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിദീൻ. ഈ ഒരു കാലഘട്ടത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടി വീഴുന്നത് സ്ത്രീ സമത്വത്തെ കുറിച്ചാണ്. സ്ത്രീ സമത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഈ ഒരു ആധുനിക കാലം എന്ന് പറയുന്ന കുറച്ചു മുമ്പ് 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഒരു ചർച്ച നടക്കുകയാണ്. എന്തെന്നല്ലേ, സ്ത്രീ എന്നുള്ളത് മനുഷ്യവർഗമാണോ എന്നവർ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന ഉത്തരം എന്താണ്? സ്ത്രീ എന്നുള്ളത് മനുഷ്യനെ ഭോഗിക്കാനുള്ള സ്ഫടിക വസ്തു മാത്രമാണ്. പക്ഷേ 6ാം നൂറ്റാണ്ടിന്റെ അന്ധകാരത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം എന്നുകൊണ്ട് അവിടെ പറയുകയാണ്, എന്തെന്നല്ലേ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ഉത്ബോധനം അവർക്ക് ഇറങ്ങുകയാണ്. സ്ത്രീയെ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന പെൺകുഞ്ഞെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഖുർആൻ വന്നുകൊണ്ട് പറയുകയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ, സ്ത്രീയെയും പുരുഷനെയും ഒരേ എല്ലിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആ കാലഘട്ടത്തെ ലോകത്തോടായി വിളിച്ചു പറയുകയാണ്. അന്ന് കാലത്ത് വിവേചനമില്ല, വർഗീയതയില്ല, വർണ്ണ വിവേചനമില്ല, സുഖമായ ജീവിതവും സുഖമായ ശൈലിയും ആർഭാടമില്ല. അങ്ങനെയുള്ള അത്യുന്നതമായ പരിഷ്കാരങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ല. തീർച്ചയായും ഒരു ലളിതമായ ജീവിതം മാത്രം.
പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആപ്തവാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ ആപ്തവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ധാരാളം നീതിയും സമത്വവും ജീവിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയും സമത്വവും നിലനിർത്തി കൊണ്ടുപോരാനും അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്താനും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.